ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2025 ക്രിസ്മസിനായി നമ്മൾ അടുത്തൊരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ധ്യാന വിഷയം വിശുദ്ധനായ ഔസേപ്പിതാവും പരിശുദ്ധ കന്യകാ മറിയവുമായിരിക്കും. ഇവർ രണ്ടുപേരും സൗമ്യശീലരായിരുന്നു. സൗമ്യമായ മറുപടി കോപത്തെ ശമിപ്പിക്കുന്നു. ഗബ്രിയേൽ ദൂതനിൽ നിന്ന് മംഗളവാർത്ത സ്വീകരിച്ച പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയവും സ്വപ്നങ്ങളിൽ ലഭിച്ച വെളിപാടിനനുസരിച്ച് വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഹൃദയവും ഏറെ ക്ലേശങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളും നിറഞ്ഞതായിരുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം ഇടയിൽ അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയോ അരിശമായി സംസാരിക്കുകയോ ചെയ്തില്ല. അവർ പരസ്പരം താങ്ങും തണലുമായി സൗമ്യതയോടെ മുന്നോട്ടു പോയി. പ്രിയ സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ വിലയിരുത്താം. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോലും മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ സൗമ്യതയോടെ എല്ലാവരോടും ഇടപഴകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ സൗമ്യത കൊണ്ട് അങ്ങ് നിറയ്ക്കണമേ.